ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. ബിരിയാണി കിറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബിരിയാണി. ഒന്നും സെപ്പറേറ്റ് വാങ്ങുന്നില്ല, ഒരൊറ്റ കിറ്റിൽ തന്നെ കുറേ സാധനങ്ങളുണ്ട്, അതാണ്. സോ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു കലത്തിൽ വെള്ളം വെച്ച് അതിനകത്ത് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളത് തിളപ്പിക്കാൻ വെക്കുകയാണ്. ആ സൈഡിലിരുന്ന് അരി വേവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് സവാള, ക്യാരറ്റ്, ബീൻസ്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, അങ്ങനെ കുറേ വെജിറ്റബിൾസ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിൻ്റെ അകത്തേക്ക്, പാനല്ല വലിയൊരു ഉരുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ആ ഉരുളി എടുത്ത് ചൂടാക്കി അതിനകത്തേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിലല്ല, ആക്ച്വലി ഡാൽഡ, അതുപോലെ തന്നെ നെയ്യ്, ഇത് രണ്ടുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്ത് നമുക്ക് കാഷ്നട്ടും അതുപോലെ തന്നെ കിസ്മിസും ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. കുറച്ച് സവാളയും നമ്മൾ വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. അത് മൂന്നും നമുക്ക് ഒന്ന് ബിരിയാണി റെഡി ആയതിനു ശേഷം അതിൻ്റെ മുകളിൽ നീതറാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് മൂന്നും കറക്റ്റായിട്ട് നമ്മൾ വറുത്ത് ആദ്യം തന്നെ മാറ്റി വയ്ക്കുക. ശേഷം അതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒപ്പം സൈഡിലൂടെ ഇരുന്ന് അരി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അരി ഒരു 1-2 മണിക്കൂറോളം കുതിർത്തി വെച്ചതിന് ശേഷമാണ് വേവിക്കാനായിട്ട് വെച്ചേക്കുന്നത്. സോ നമുക്ക് സവാള നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ സെയിം ഓയിലിലേക്ക് തന്നെ വീണ്ടും കുറച്ച് സവാള ബാലൻസ് ഉണ്ടാവും, അത് വഴട്ടാണ്. അത് നല്ലപോലെ വഴറ്റി, ആ വഴറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറുവപ്പട്ടയോ ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെയുള്ളതൊക്കെ കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം കുറച്ച് ആഡ് ചെയ്താൽ മതി. കൂടുതൽ നമ്മൾ ആദ്യം തന്നെ തിളപ്പിച്ച് അരി വേവിക്കുന്നിടത്തിനൊപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. സോ സവാള നല്ലപോലെ വഴറ്റി വരുന്നതിനൊപ്പം തന്നെ മറ്റ് വെജിറ്റബിൾസും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള കുറച്ചൊന്ന് മൂത്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഒരുപാട് അങ്ങ് റെഡിയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ സവാളയ്ക്കുള്ളിലേക്ക് കുറച്ച് തക്കാളി, ഞാൻ ആദ്യം തന്നെ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്, ആ തക്കാളി ഇട്ട് കൊടുക്കാം. ആ സൈഡിൽ തന്നെ ചോറതാ വെന്ത് ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം പോകാനായിട്ട് കുറച്ച് നേരം വയ്ക്കുക. സവാളയ്ക്കകത്തോട്ട് നമുക്ക് തക്കാളി ഇട്ട് വഴറ്റി കൊടുക്കാം. തക്കാളിയും കുറച്ചൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് മറ്റ് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. മറ്റ് വെജിറ്റബിൾസായിട്ട് ഞാൻ ആദ്യം തന്നെ ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് എല്ലാം കുറച്ചൊന്ന്, ക്യാരറ്റിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ബീൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിടാനായിട്ട് ലേറ്റായിപ്പോയി. സോ അതിപ്പോഴാണ് ഓർത്തപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്, കാരണം അതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് ശേഷം ഇപ്പോൾ അത് ഓൾമോസ്റ്റ് കുക്കായതിന് ശേഷമാണ് ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ അകത്തോട്ട്. എന്നിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം മൂടി വയ്ക്കുന്നുണ്ട്. എല്ലാം ഒന്ന് അതിൻ്റെ അകത്തേക്കൊന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് എല്ലാം റെഡി ആയതിനു ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്നട്ടും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതാ ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയേക്കുന്നത്. നമുക്ക് സെർവ് ചെയ്യാൻ പാകത്തിന് റെഡിയായി. എന്നാലും ഞാനതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും തുറന്ന് നോക്കുന്നത്. അപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഹിയർ ഇറ്റ് ഈസ്. ബിരിയാണിയുടെ കൂടെ തന്നെ നമുക്ക് സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തിട്ടില്ല, ബിക്കോസ് നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെയാണ്. അപ്പോൾ തന്നെ ചെറിയൊരു സലാഡും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ
അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബിരിയാണിയാണ്.